ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം 2025 എന്ന വർഷത്തിൽ ഒരു സ്റ്റാറായും ആക്ടറായും ലാലേട്ടൻ തിളങ്ങിയ ഒരു ഗംഭീര വർഷം തന്നെയാണ്. ഈ വർഷം റിലീസ് ചെയ്ത ലാലേട്ടൻ്റെ 3 ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ, തുടരും, ചോട്ടാ മുംബൈ എന്നീ 3 സിനിമകൾ കൊണ്ട് തന്നെ ഈ വർഷം 500 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ ലാലേട്ടൻ നേടിയിരിക്കുകയാണ്. ഇതിൽ ചോട്ടാ മുംബൈ സിനിമ റിലീസ് ആയിട്ട് പോലും വമ്പൻ റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്സര തിയേറ്ററിൽ ചോട്ടാ മുംബൈയുടെ മിഡ് നൈറ്റ് ഷോയ്ക്കുള്ള തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനെ വരെ ഏർപ്പെടുത്തേണ്ട ഒരവസ്ഥയിലേക്ക് വരെ എത്തി. 2024 ഒരുപാട് പേര് ലാലേട്ടൻ ഫീൽഡ് ഔട്ട് ആയെന്നും ലാലേട്ടൻ ഇനി തിരിച്ചു വരില്ല, അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞു, ഇനി വിന്റേജ് സിനിമകൾ എല്ലാവരും കണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിടത്താണ് 2025 ഹേറ്റേഴ്സിനും മറുപടിയായി കിടിലൻ സിനിമകളായിട്ട് ലാലേട്ടൻ എത്തിയത്. എത്ര സിനിമകൾ പരാജയപ്പെട്ടാലും മലയാളത്തിൻ്റെ മോഹൻലാലിന് തിരിച്ചു വരാൻ ഒരു സിനിമ മതിയെന്നും ആ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നും നമ്മൾ അറിഞ്ഞതാണ്. എന്തായാലും ചോട്ടാ മുംബൈ സിനിമയ്ക്ക് പലയിടത്തും ഹൗസ്ഫുൾ ഷോസും മിഡ് നൈറ്റ് ഷോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചോട്ടാ മുംബൈ സിനിമയുടെ UK റിലീസ് അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസ് സംബന്ധിച്ചുള്ള അപ്ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. RFT ഫിലിംസ് UK സിനിമ ജൂൺ 27 റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. 2 ദിവസത്തെ ചോട്ടാ മുംബൈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ ആദ്യ ദിവസം 37 ലക്ഷമാണ് സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ ഉണ്ടായത്. 2ാം ദിവസം സിനിമയുടെ കളക്ഷൻ 59 ലക്ഷത്തിലേക്കും ഉയർന്നിട്ടുണ്ട്. അങ്ങനെ 2 ദിവസത്തെ കേരള കളക്ഷൻ 96 ലക്ഷമാണ്. 2 ദിവസത്തെ ചോട്ടാ മുംബൈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1,05,00,000 തുടരും സിനിമയുടെ ഇന്നലത്തെ കേരള എസ്റ്റിമേറ്റഡ് ഗ്രോസ് കളക്ഷൻ 3 ലക്ഷമാണ്. 44 ദിവസത്തെ തുടരും സിനിമയുടെ കേരള കളക്ഷൻ 118,68,00,000. കൂടുതൽ മോഹൻലാൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.